നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. BSc നഴ്സിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻറ്റും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പാരൻസും നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണുക. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ BSc നഴ്സിംഗ് അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ കേരളത്തിലെ അഡ്മിഷൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇവിടുത്തെ അലോട്ട്മെൻറ്റ് വഴിയാണ് ലഭിക്കുന്നത്. LBS എന്ന് പറയുന്ന കേരളത്തിലെ ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്ന അലോട്ട്മെൻറ്റ് ഉണ്ട്. അതുകൂടാതെ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് കോളേജുകൾ കണ്ടക്ട് ചെയ്യുന്ന PNC MAC എന്ന് പറഞ്ഞ അലോട്ട്മെൻറ്റ് ഉണ്ട്. ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കാറ്റഗറി ആയിട്ടുള്ള CPASൻ്റെ അലോട്ട്മെൻറ്റ് ഉണ്ട്. ക്രിസ്ത്യൻ മൈനോറിറ്റി ക്യാമ്പസുകളുടെ ഒരു കൂട്ടായ്മയോട് കൂടി ചെയ്യുന്ന ഒരു അലോട്ട്മെൻറ്റ് ഉണ്ട്. AMCS FNCK എന്ന് പറഞ്ഞ അലോട്ട്മെൻറ്റ് ഉണ്ട്. ഇതുവഴിയാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. ലാസ്റ്റ് ഇയറിൽ ധാരാളം കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാതെ വന്നൊരു സാഹചര്യം ഉണ്ടായി. കട്ട് ഓഫ് മാർക്ക് കൂടുതലുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് അഡ്മിഷൻ പ്രൊസീജിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഡോക്ടർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ അണ്ടറിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻട്രൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. കോളേജുകളിൽ അഡ്മിഷൻസ് ഓപ്പൺ ആണ്. അതുകൂടാതെ ധാരാളം പ്രൈവറ്റ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളും അഡ്മിഷൻ നൽകുന്നുണ്ട്. മെഡിക്കൽ കോളേജ് കാറ്റഗറി, അതുപോലെ തന്നെ നോർമൽ ഹോസ്പിറ്റൽ കാറ്റഗറി, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെയുള്ള ധാരാളം കോളേജുകളും തമിഴ്നാട്ടിലുണ്ട്. കൂടാതെ കർണാടക സ്റ്റേറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആണ് അവിടുത്തെ യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് വരുന്നത്. കൂടാതെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും കുട്ടികൾക്ക് അഡ്മിഷൻ നൽകുന്നുണ്ട്. മെഡിക്കൽ കോളേജ് കാറ്റഗറി, അതുപോലെ തന്നെ നോൺ മെഡിക്കൽ കോളേജ് കാറ്റഗറി, ഹോസ്പിറ്റൽ കാറ്റഗറി, ഇൻസ്റ്റിറ്റ്യൂഷൻ കാറ്റഗറികളെല്ലാം അവിടെ അവൈലബിൾ ആണ്. അവിടുത്തെ സ്റ്റേറ്റിലേക്ക് ഗവൺമെൻറ് മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ നിർബന്ധമായിട്ടും കർണാടക സ്റ്റേറ്റിൻ്റെ തന്നെ കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് KEA കണ്ടക്ട് ചെയ്തിരിക്കുന്ന എക്സാം അറ്റൻഡ് ചെയ്യുകയും അതിൻ്റെ പ്രൊസീജിയർ ഫുൾഫിൽ ചെയ്ത് ക്വാളിഫൈഡ് ആയി പോകുന്ന കുട്ടികൾക്ക് അതിൻ്റെ ഒരു മെറിറ്റ് ഫീസിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അല്ലാത്ത വിദ്യാർത്ഥികൾക്കും അവിടുത്തെ കോളേജ് നിശ്ചയിച്ചിരിക്കുന്ന മാനേജ്മെൻറ്റ് കോട്ടയിലെ ഫീസിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കും. ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഡോക്ടർ NTR യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആണ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി വരുന്നത്. അതിൻ്റെ അണ്ടറിൽ ഒരുപാട് കോളേജുകളുണ്ട്. അവിടെ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിലെ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് നടത്തുന്ന എക്സാമിനേഷൻ ക്വാളിഫൈഡ് ആവുകയോ അല്ലെങ്കിൽ നീറ്റ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റിനെ അവിടെ അഡ്മിഷൻ ലഭിക്കത്തുള്ളൂ. അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് തെലങ്കാന സ്റ്റേറ്റിലേക്ക് കടക്കുമ്പോൾ. തെലങ്കാന സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ KNR യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആണ്. അതിൻ്റെ അണ്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ തെലങ്കാന സ്റ്റേറ്റ് നൽകുന്ന എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് ക്വാളിഫൈഡ് ആയിട്ട് അതിൻ്റെ പ്രൊസീജിയർ ഫുൾഫിൽ ചെയ്യുകയോ അതല്ലെന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത കാൻഡിഡേറ്റിനെ അവിടെ അഡ്മിഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് അഡ്മിഷൻ നൽകുന്ന ധാരാളം കൺസൾട്ടൻസി ഏജൻസികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ മാന്യമായിട്ട് അഡ്മിഷൻ പ്രൊസീജിയർ നൽകുന്ന ഏജൻസികളുണ്ട്. അതുപോലെ തന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റിയോടുകൂടി ചെയ്യുന്ന ഏജൻസികളും ഉണ്ട്. അപ്പോൾ കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കോളേജിന് ആദ്യം അറിയേണ്ടത് ആ കോളേജിൻ്റെ അംഗീകാരത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം, അതുപോലെ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം, അതുകൂടാതെ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ സൗകര്യമുണ്ടോ, ഇത് കൂടാതെ അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാഡമിക്സ് എങ്ങനെയുണ്ട്, അതുപോലെ ക്വാളിറ്റിയുള്ള ടീച്ചർ ഫാക്കൽറ്റീസ് ആണോ അവിടെ പഠിപ്പിക്കുന്നത്, ലാബ് ഫെസിലിറ്റീസ് എങ്ങനെയുണ്ട്, ക്ലിനിക്കൽ പ്രാക്ടീസ് ഫെസിലിറ്റീസ് എങ്ങനെയുണ്ട്, എത്ര ബാച്ച് ഇറങ്ങിപ്പോയിട്ടുള്ളതാണ്, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ചേരാവുന്നതാണ്. ഇത് കൂടാതെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചറാണ്. അതിൽ യഥാർത്ഥത്തിലുള്ള ഫീസ് സ്ട്രക്ചറാണോ കുട്ടികൾ നിങ്ങളിലേക്ക് ഏജൻറ്റുമാരും അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ എത്തിക്കുന്നത്, അല്ലെങ്കിൽ കോളേജിൻ്റെ യഥാർത്ഥ ഫീസാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കോളേജിൻ്റെ അഫിലിയേഷനുമായിട്ട് ബന്ധപ്പെട്ടതും കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളുമാണ്. ഇത് കൂടാതെ എഡ്യൂക്കേഷൻ ലോൺ ഫെസിലിറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ കോളേജും എഡ്യൂക്കേഷൻ ലോൺ ഫെസിലിറ്റീസ് നൽകുന്ന കോളേജാണ്. പക്ഷേ അതിൻ്റെ അകത്ത് പല കോളേജുകളും എഡ്യൂക്കേഷൻ ലോൺസിന് സപ്പോർട്ട് ചെയ്യാത്തതുമായിട്ടുള്ള ക്യാമ്പസുകളുണ്ട്. അപ്പോൾ പല കോളേജുകളും അത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ കറക്റ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഏത് കോളേജിൽ അഡ്മിഷൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും അതുപോലെ തന്നെ കോളേജ് എൻക്വയറിക്കാണെങ്കിലും മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് സൗകര്യങ്ങൾക്കാണെങ്കിലും താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഇൻഫർമേഷൻസ് നൽകാവുന്നതാണ്. താങ്ക് യു.